അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കേട്ടിന്റെ പരീക്ഷയൊക്കെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോ സൈക്കോളജി മലയാളത്തിലേക്ക് ആൻസർ കീ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് കേറ്റഡ് കാറ്റഗറി 4 ഡ്രോയിങ്ങിന്റെ ആൻസർ കീ ആണ് നോക്കുന്നത്. അപ്പൊ ഒത്തിരി കുട്ടികൾ പറഞ്ഞിരുന്നു സർ ഡ്രോയിങ്ങിന്റെ ഇപ്പൊ എവിടെയും കിട്ടിയിട്ടില്ല, ആൻസർ കീ ചെയ്യുമോ എന്നുള്ളത്. ഡ്രോയിങ്ങിന്റെ ആൻസർ കീ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇതിൽ ഒഫീഷ്യൽ ആൻസർ കീ എല്ലാം ഒഫീഷ്യൽ ആൻസർ കീ തീർച്ചയായിട്ടും പരീക്ഷാ ഭവന്റെ ആൻസർ കീ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം എത്രത്തോളം ഒരു മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ പറയുന്നതിൽ ചിലപ്പോൾ ചിലത് മാറ്റങ്ങൾ വന്നേക്കാം, അത് പ്രൊഫഷണൽ ആൻസർ കീ വന്നാലാണ് പറയാൻ സാധിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഭാരത് ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒരു സംശയവും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഭോപ്പാൽ ആണ് ഭാരത് ഭവൻ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. 72ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്ലാസ്റ്റിക് ആർട്ട് അല്ലാത്തത് ഏത്? അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സംഗീതമാണ് പ്ലാസ്റ്റിക് ആർട്ട് അല്ലാത്തതായിട്ട് വരുന്നത്. ദെൻ അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഫൈനാൻസ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ, കാനായി കുഞ്ഞിരാമന്റെ യക്ഷി ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? മലമ്പുഴ, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് അല്ലെ. നമുക്കറിയാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മലമ്പുഴയാണ്. പലരും കണ്ടിട്ടുള്ള ഒരു ശില്പം കൂടിയായിരിക്കും എന്ത്, കാനായി കുഞ്ഞിരാമന്റെ യക്ഷി ശില്പം എന്ന് പറയുന്നത്. ദെൻ 75ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഹോഗാർഡത്തിന്റെ ഒരു പ്രധാന എൻഗ്രേവിംഗ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വ്യവസായവും ആലസ്യവും എന്ന് പറയുന്നത് കേട്ടോ. വ്യവസായവും ആലസ്യവും ഓപ്ഷൻ ബി ആണ്. 75. 76 വരുന്നത്, ഇന്ത്യയിലെ റാഡിക്കൽ കലാപ്രസ്ഥാനത്തിന്റെ നേതാവ് ആരായിരുന്നു? 76ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ സി ആണ്, KP കൃഷ്ണകുമാർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 77ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ജിപ്സം ആണ് അല്ലെ. ജിപ്സം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ലൈവിലും അതേപോലെ തന്നെ നമ്മൾ OMR എക്സാമിലൊക്കെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെവൽ എക്സാമുകളിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ സൈക്കോളജി മലയാളമൊക്കെ ആയിരുന്നാലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം പാസ് മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ അക്ലോറയിൽ കേട്ട ഡ്രോയിങ്ങിന്റെ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഈ പറയുന്ന OMR എക്സാം ആയിരുന്നാലും ലൈവ് ഒക്കെ ആയിരുന്നാലും ഒത്തിരി കുട്ടികൾക്ക് യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. എന്തായിരുന്നാലും നമ്മൾ 3 സബ്ജക്റ്റും ഒരേപോലെ നിങ്ങൾ കൊണ്ടുപോകണം. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തവർക്ക് തീർച്ചയായും എന്ത് ചെയ്യാം, കേട്ടിട്ട് നേടിയെടുക്കാം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. 78ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ജാമിനി റോയ് ഏത് ശൈലിയിലാണ് നിരവധി പ്രകൃതി ദൃശ്യങ്ങൾ വരച്ചിട്ടുള്ളത്? 78ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 79ാമത്തെ ചോദ്യം, സ്റ്റോൺ ഹെഞ്ച് ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് 79ാമത്തെ ക്വസ്റ്റ്യൻ. 79ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഏതാണ്? ഗ്രേറ്റ് ബ്രിട്ടൻ കേട്ടോ. ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 80ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 80ാമത്തെ ചോദ്യം, വെങ്കലത്തിന്റെ ഉരുക്കൽ താപനില ഏതാണ് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എത്രയാണ്? 950 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 81ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നുള്ള ചോളമണ്ഡലം ഗ്രൂപ്പിലെ ഏക വനിതാ കലാകാരി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? 89ാമത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, TK പത്മിനി എന്നുള്ളതാണ്. ദെൻ അടുത്ത ചോദ്യം, 82ാമത്തെയാണ്. ആരുടെ ഭരണകാലത്താണ് മുഗൾ വാസ്തുവിദ്യയെ പ്രധാനമായും രാജസ്ഥാനി വാസ്തുവിദ്യ സ്വാധീനിച്ചിട്ടുള്ളത്? ആരുടെ ഭരണകാലത്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അക്ബർ എന്നുള്ളതാണ് 82ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. ദെൻ 83, രസത്തിന്റെ പ്രധാന ഉറവിടം ഏതാണ്? രസത്തിന്റെ പ്രധാന ഉറവിടം അല്ലെ, നാട്യമാണ് അല്ലെ, നാട്യശാസ്ത്രം. ദെൻ അടുത്തത് 84ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 84 നോക്കാം. ഗോതിക് ശൈലി ആരംഭിച്ചത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ് 84ാമത്തേത്. ഓപ്ഷൻ ഏതാണ്? സി ആണ് കറക്റ്റ് ആൻസർ, ഫ്രാൻസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 85ാമത്തെ ചോദ്യം എന്താണ്?
ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെന്റ് എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെന്റ് എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ ബി ആണ്, ഇമാനുവൽ കാറ്റ് എന്നുള്ളതാണ്. ഇമാനുവൽ കാറ്റ് ആണ് ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെന്റിന്റെ എന്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതിയായിട്ട് വരുന്നത്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളും ഡാഷ് എന്താണ്? 86ാമത്തെ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളും ഏതാണ്? കല്ലിൽ കൊത്തിയെടുത്തവയാണോ, മരത്തിൽ കൊത്തിയെടുത്തവയാണോ, വെങ്കല ശില്പങ്ങളാണോ, മുകളിൽ പറഞ്ഞ ഒന്നുമല്ല എന്നുള്ളതാണ് 86ാമത്തെ ചോദ്യം വരുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മരത്തിൽ കൊത്തിയെടുത്തത്. മരത്തിൽ കൊത്തിയെടുത്താണ്. 87ാമത്തെ ചോദ്യം, അലൂമിനിയം പ്ലേറ്റ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? 87ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എന്താണ്? ഹാസിറ്റിക് സോഡയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 88ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന അമൂർത്ത കലാകാരന്മാരിൽ ഒരാളുടെ പേര് പറയുക. 88ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വാസിലി കാൻഡിൻസ്കി എന്ന് പറയട്ടോ. ഫൗസത്തിലെ ഒരു പ്രമുഖ കലാകാരൻ ആരാണെന്നുള്ളതാണ് 89ാമത്തെ ചോദ്യത്തിന്റെ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഹെൻറി മാറ്റിസെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 89 എ ആണ് വരുന്നത്. ഇനി 90ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആക്ഷൻ ചിത്രകാരൻ ആരാണ്? 90ാമത്തേത് ആക്ഷൻ ചിത്രകാരൻ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജാക്സൺ പൊള്ളോക്ക് കേട്ടോ. ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 91ാമത്തെ ചോദ്യം, കേരളത്തിൽ എത്ര സർക്കാർ ഫൈനാൻസ് കോളേജ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. 91ാമത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3 കോളേജുകളാണ് ഉള്ളത്. 92 ചോഴാമണ്ഡലം മാർക്സിസ്റ്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ആരാണ്? 92ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ KCS പണിക്കർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. 93ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് കളിമൺ ഉപയോഗിച്ചുള്ള അനിമേഷൻ ഫീച്ചർ ഫിലിം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മേരി ആൻഡ് മാക്സ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 93 ബി ആണ് കേട്ടോ, ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 94ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ആധുനിക കലയുടെ ലാവണ്യ തലങ്ങൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? 94ാമത്തെ ആൻസർ വരുന്നത് എന്താണ്? എ ആണ്, വിജയകുമാർ മേനോൻ ആണ് കേട്ടോ. വിജയകുമാർ അത്യാവശ്യം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നിയുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ലൈവിലും അതുപോലെ എക്സാമുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റി എന്നതിൽ സന്തോഷം കേട്ടോ. എന്നാലും ചില 1-2 ക്വസ്റ്റ്യൻസ് കുറച്ച് ഒരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരുത്തുന്നുണ്ട്. സോ എന്നാലും നമുക്ക് അധികവും കിട്ടുന്നതാണല്ലോ. ഇപ്പോൾ ഇത് ഡ്രോയിങ് നോക്കിയാലും സൈക്കോളജി നോക്കിയാലും മലയാളം നോക്കിയാലും എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത്, ദി തിങ്ങർ എന്ന പ്രശസ്ത ശില്പം ആരാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? 95ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. 96ാമത്തേത്, ഈജിപ്തിലെ പുരാതന ഭരണാധികാരികൾ അറിയപ്പെടുന്നത് ഡാഷ്. ഈജിപ്തിലെ പുരാതന ഭരണാധികാരി അറിയപ്പെടുന്നത് ഏതാണ്? ഫറോവൻ അല്ലെ, ഫറോവൻ ചക്രവർത്തി. ഇനി 97 പ്രിന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയുടെ പേര് നൽകുക. പ്രിന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്രിയയുടെ പേരാണ് എന്താണ്? എച്ചിങ് എന്ന് പറയുന്നത് അല്ലെ. ഇത് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്, ആ ലൈവിലൊക്കെ കയറിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. ദേവി പ്രസാദ് റോയ് ചൗധരി പഠിപ്പിച്ചിരുന്നത്? 98ാമത്തെ ചോദ്യമാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? 98ന്റെ ഓപ്ഷൻ സി ആണ്, ഗവൺമെന്റ് കോളേജ് ഓഫ് ആർട്ട് മദ്രാസ് എന്നുള്ളതാണ് 98ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 99 ഉരുളക്കിഴങ്ങ് തിന്നവർ എന്ന പ്രശസ്തമായ പെയിന്റിംഗ് ആരുടെ രചനയാണ്? 99 ആരാണ്? വാൻഗോങ് കേട്ടോ, വാൻഗോങ് ആണ്. ദെൻ 100ാമത്തെ ചോദ്യം നോക്കാം. മഞ്ഞ ക്രിസ്തു ആര് വരച്ച ചിത്രമാണ്? മഞ്ഞ ക്രിസ്തു ആര് വരച്ച ചിത്രമാണ്? 100ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് കറക്റ്റ്, പോൾ ഗൗഗി. 101ാമത്തേത്, ചരിത്രത്തിൽ ആദ്യത്തെ മുഴുനീള അനിമേറ്റഡ് മ്യൂസിക്കൽ ഫീച്ചർ ഫിലിം ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്നോ വൈറ്റ് ആണ് വരുന്നത്. 102 മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. 102 ചെമ്പാണ്, ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 103 യൂറോപ്പിൽ ചലിക്കുന്ന അച്ചുകളുള്ള അച്ചടി വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? 103ാമത്തെ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, എ ആണ് വരുന്നത്, ജോഹനാസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 104ാമത്തെ സ്വഭാവം, വികാരം, പ്രവർത്തന രൂപങ്ങൾ എന്നിവയുടെ എന്താണ് ആദർശവൽക്കരിച്ച് പ്രതിനിധാനം അർത്ഥത്തിൽ പ്രകടമാക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. 104ാമത്തേത് അരിസ്റ്റോട്ടിലാണ്, എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 105ാമത്തെ ചോദ്യം,
സെറാമിക്സ് എന്നത് എന്താണ്? സെറാമിക്സ് എന്നുള്ളത് നമുക്കറിയാം ചുട്ടെടുത്ത കളിമൺ ഭാഗമാണ്. 105 ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 106 വെർജിൻ ഓഫ് റോക്സ് എന്നത് ഡാഷ് വരച്ച ഒരു ചിത്രമാണ്. കറക്റ്റ് ആൻസർ 106ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ലിയോനാർഡോ ഡാവിഞ്ചി ആണ് വരുന്നത്. 106ന്റെ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 107 നോക്കാം. നനഞ്ഞ പ്ലാസ്റ്ററിൽ നിറങ്ങൾ ഉപയോഗിക്കുന്ന ചുമർ ചിത്ര രചന സാങ്കേതികതയുടെ പേരെന്താണ്? 107 ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഫ്രെസ്കോ പെയിന്റിംഗ് ആണ് വരുന്നത്. 107 സി ആണ് കറക്റ്റ് ആൻസർ. 108 പാറയിൽ കൊത്തിയുണ്ടാക്കിയ ആദ്യകാല വാസ്തുവിദ്യയുടെ തെളിവുകൾ എന്താണ്? തെളിവുകൾ എന്താണെന്നുള്ളതാണ് ചോദ്യം. 108ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ലോമസ് കൃഷി ഗുഹകളാണ് വരുന്നത്. 109 ചരിത്രാതീത കാലത്തെ പെയിന്റിങ്ങുകൾ ഉൾക്കൊള്ളുന്ന അൽറ്റാമിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൈന, ജപ്പാൻ, സ്പെയിൻ, ഇന്ത്യ. 109 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സ്പെയിൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 110 ചോദ്യം. മുഖം മറച്ച് ഗ്രാഫിറ്റി ചെയ്യുന്ന ജനപ്രിയ ബ്രിട്ടീഷ് കലാകാരന്റെ പേരെന്താണ്? കറക്റ്റ് ആൻസർ വരുന്നത് 110 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ബാങ്ക്സി. 110 സി കറക്റ്റ് ആൻസർ. 111 മലയാളത്തിൽ ആദ്യമായി മുഴുനീള ലൈവ് ആക്ഷൻ അനിമേഷൻ ഉപയോഗിച്ച സിനിമ ഏതാണ്? മലയാളത്തിൽ ആദ്യമായി മുഴുനീള ലൈവ് ആക്ഷൻ അനിമേഷൻ ഉപയോഗിച്ച സിനിമ ഏതാണ്? 111 ഓപ്ഷൻ എ ആണ്. അതിശയനാണ് കറക്റ്റ് ആൻസർ. ഇനി രാജാ രവിവർമ്മയുടെ പ്രസ് 1894 സ്ഥാപിതമായത് എവിടെയാണ്? കേരളമാണോ, മുംബൈ ആണോ, കൊൽക്കട്ടയാണോ, ലക്നൌവിലാണോ? 112 കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. മുംബൈയിലാണ്. ദെൻ 113 ചോദ്യം. യയാതി പരമ്പരയിലെ ചിത്രങ്ങൾ വരച്ചത് ആരാണ് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? മാധവ മേനോനാണോ, എ രാമചന്ദ്രനാണോ, ഗുലാം മുഹമ്മദ് ഷെയ്ഖ് ആണോ, രാജാ രവിവർമ്മയാണോ? 113ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എ രാമചന്ദ്രനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 114 ക്വസ്റ്റ്യൻ നോക്കാം. ദി സ്ക്രീം എന്ന രചനയുടെ ചിത്രകാരന്റെ പേരെന്താണ്? കറക്റ്റ് ആൻസർ 114ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എഡ്വേർഡ് മുങ്ക് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 115 ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 115 നമുക്ക് നോക്കാം. കേരളത്തിലെ ലളിതകലാ അക്കാദമിയുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒരു സംശയവും വേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. തൃശ്ശൂരാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 116 ചോദ്യം. ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് കാലഘട്ടത്തിലെ ഗ്രാഫിക് ആർട്ടിന്റെ മികച്ച നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന കലാകാരൻ ആരാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 116ന്റെ ആൻസർ വരുന്നതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. ഏണസ്റ്റ് ആണ്. ഏണസ്റ്റ് ലുഡ്വിഗ്. ദെൻ പെയിന്റിങ്ങിനായി ഓക്കർ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് മുതലാണ്? പെയിന്റിങ്ങിനായി ഓക്കർ ഉപയോഗിച്ച് തുടങ്ങിയത് ഏത് കാലഘട്ടം? പുരാതന കാലമാണോ, മധ്യകാലമാണോ, നവോത്ഥാന കാലമാണോ, ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. 117 ഓപ്ഷൻ എ ആണ്. പുരാതന കാലമാണ്. 118 രാം കിങ്കർ ബൈജ് ഏത് മാധ്യമത്തിലാണ് പ്രധാനമായും ശില്പങ്ങൾ നിർമ്മിച്ചത്? കളിമണ്ണിലാണോ, മാർബിളിലാണോ, സിമന്റ് കോൺക്രീറ്റിലാണോ, ഗ്രാനൈറ്റിലാണോ? കറക്റ്റ് ആൻസർ 118ന്റെ വരുന്നത് ഓപ്ഷൻ സി ആണ്. സിമന്റ് കോൺക്രീറ്റിലാണ് വരുന്നത്. ദെൻ 119 ലിത്തോഗ്രാഫിക് പ്രക്രിയയിൽ ഉപരിതലം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ 119ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? 119ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പ്ലാനോഗ്രഫി ആണ് 119ന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 120 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ലുവ്രെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, ഇംഗ്ലണ്ട്. 120 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫ്രാൻസ് ആണ് കറക്റ്റ് ആൻസർ. ദെൻ 121 കൊളോണിയൽ ആർട്ട് സ്കൂൾ പാഠ്യപദ്ധതി പ്രധാനമായും പിന്തുണയ്ക്കുന്നത് എന്താണ്? 121 ചോദ്യം. എന്താണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബി ആണ് വരുന്നത്. 122 ചോദ്യം. കലാവിദ്യാഭ്യാസത്തിൽ നന്ദലാൽ ബോസ് ഏത് വശത്തിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്? ഏത് വശത്തിനാണ് അദ്ദേഹം ഊന്നൽ നൽകിയിട്ടുള്ളത്? 122 സി ആണ് അല്ലെ. കലയെ ജീവിതമായ സമൂഹമായി സംയോജിക്കൽ എന്നുള്ളത്. 123 ചോദ്യം. ബറോഡയിലെ ഫൈൻ ആർട്സ് ഫാക്കൽറ്റി ഏത് തരത്തിലുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ശില്പ പഠനത്തെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം.
കറക്റ്റ് ആൻസർ 123 വരുന്നത് ഓപ്ഷൻ സി ആണ്. ആശയപരമായ ചിന്തയും സമകാലിക സന്ദർഭവുമാണ്. സി ആണ് കറക്റ്റ് വരുന്നത്. 124 ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ശില്പ പഠന ശാസ്ത്രത്തെ കൊളോണിയൽ മാതൃകകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന വശം ഏതാണ് എന്നുള്ളതാണ്. 124 ആൻസർ വരുന്നതും ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടാ. കലാപരമായ സ്വയം ഭരണത്തിനും വിമർശനാത്മക അന്വേഷണത്തിനും ഊന്നൽ നൽകുക എന്നുള്ളത് സി ആണ് കറക്റ്റ് ആൻസർ. 125 ഇന്ത്യയിലെ കൊളോണിയൽ കലാവിദ്യാഭ്യാസം പ്രധാനമായും പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? 125 ഓപ്ഷൻ വരുന്നത് ഏതാണ്? സി ആണ് അല്ല. ഭരണവും അതുപോലെ തന്നെ വ്യാവസായികവുമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി കലാകാരന്മാരെ പരിശീലിപ്പിക്കുക എന്നുള്ളത്. 126 ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ശില്പകലാ പഠന സ്ഥാപനങ്ങൾ ഏത് പഠന രീതിയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഏത് പഠന രീതിയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്? 126 സി ആണ്. സ്റ്റുഡിയോ അല്ലെ, സ്റ്റുഡിയോ പരീക്ഷണവും വിമർശനവും. ദെൻ 127 കൊളോണിയൽ ഇന്ത്യയിലെ ആദ്യകാല ഔപചാരിക കലാ സ്കൂൾ ഇനി പറയുന്നവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഏതായിരുന്നു? 127 നമുക്കറിയാം, അതും ഓപ്ഷൻ സി ആണ്. യൂറോപ്യൻ അക്കാദമിക് ഓഫ് ആർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ ശില്പ വിദ്യാഭ്യാസത്തിന്റെ ശങ്കോ ചൗധരിയുടെ പങ്ക് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 128 ക്വസ്റ്റ്യൻ ആണ്. 128 വരുന്നത് ഓപ്ഷൻ സി ആണ്. വ്യക്തിപരമായ ആവിഷ്കാരത്തെയും ആധുനികതയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. 129 സ്വാതന്ത്ര്യാനന്തര ശില്പ പഠനത്തിൽ പ്രാധാന്യം നേടിയ മെറ്റീരിയൽ ഏതാണ്? ഏത് മെറ്റീരിയൽ ആണ്? ഓപ്ഷൻ ഏതാണ്? 129 ഓപ്ഷൻ സി തന്നെയാണ്. മിക്സ്ഡ് മീഡിയവും അതുപോലെ പാരമ്പര്യേതര വസ്തുക്കളുമാണ്. ഓപ്ഷൻ സി ആണ് 129 വരുന്നത്. ഇനി 130 നമുക്ക് നോക്കാം. എന്താണ്? സ്വാതന്ത്ര്യാനന്തര കലാസ്ഥാപനങ്ങൾ പ്രാഥമികമായി ലക്ഷ്യമിടുന്നത് എന്താണ് എന്നുള്ളതാണ്. 130 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇതാണ് പാരമ്പര്യത്തിന്റെയും അതുപോലെ തന്നെ ആധുനികതയുടെയും സമന്വയം സൃഷ്ടിക്കുക എന്നുള്ളത്. ദെൻ ശില്പ വിദ്യാഭ്യാസത്തിൽ 131 നമ്മൾ പറയുന്നത്. 130 നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി 131 ശില്പ വിദ്യാഭ്യാസത്തിൽ വിവിധ വിഷയങ്ങളുള്ള സമീപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പേര് കേട്ട സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 131 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കലാഭവൻ ശാന്തിനികേതൻ ബി ആണ് വരുന്നത്. 132 ബറോഡ സ്കൂൾ ഏറ്റവും അറിയപ്പെടുന്നത് താഴെ പറയുന്ന ഏത് കാര്യങ്ങൾക്കാണ് ബറോഡ സ്കൂൾ അറിയപ്പെടുന്നത്? 132 സി ആണ്. ആധുനികതയും അതുപോലെ തന്നെ ഇന്ത്യൻ സാഹചര്യവുമായി വിമർശനാത്മക ഇടപെടൽ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ദെൻ 133 ചോദ്യം, കൊളോണിയൽ കലാ സ്കൂളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്വാതന്ത്ര്യാനന്തര സ്ഥാപനങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഏതാണ്? 131 ബി ആണ്. വിമർശനാത്മക ചിന്തയും സൃഷ്ടിപരമായ സ്വയം ഭരണവുമാണ്. 134 ശാന്തിനികേതന്റെ അധ്യാപന രീതിയെ ശക്തമായി സ്വാധീനിച്ച തത്വം ഏതാണ്? 134 ഏതാണ്? സി ആണ്. പ്രകൃതിയുമായി ഇണങ്ങിയുള്ള പഠനം. 135 ശാന്തിനികേതന്റെ കലാവിദ്യാഭ്യാസ തത്വചിന്തയ്ക്ക് പിന്നിലെ ദർശനം ആരുടേതായിരുന്നു? 135 എന്താണ്? ആരുടെ ദർശനമായിരുന്നു വരുന്നത്? കറക്റ്റ് ആൻസർ 135 വരുന്നത് സി ആണ്. രവീന്ദ്രനാഥ ടാഗോർ. 136 കൊളോണിയൽ ആർട്ട് പെഡഗോഗിയുടെ പ്രധാന പോരായ്മ എന്തായിരുന്നു? എന്താണ്? ഇന്ത്യൻ വസ്തുക്കളുടെ അമിത ഉപയോഗം. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? തദ്ദേശീയ വിജ്ഞാന സംവിധാനങ്ങളുടെ എന്താണ്? അരുക്വൽക്കരണം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 136 കേട്ടോ. ഇനി 137 ഇന്ത്യയിലെ കൊളോണിയൽ കലാ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി സ്വാധീനിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. 137 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇ ബി ഹാവൽ. ഇനി 138 കലാഭവന ഏത് സ്ഥാപനത്തിന്റെ ഭാഗമാണ് വരുന്നത്? ഏതാണ് വരുന്നത്? 138 കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആണ് വരുന്നത്. 139 എന്താണ്? സ്വാതന്ത്ര്യാനന്തര ശില്പ പഠനത്തിൽ ഏത് മാധ്യമമാണ് പ്രധാന പരീക്ഷണം നടത്തിയിട്ടുള്ളത്? 139 ആൻസർ വരുന്നത് ഏതാണ്? സി ആണ് കേട്ടോ. സി ആണ് വരുന്നത്. 140 ഇന്ത്യയിലെ എന്താണ് സ്വാതന്ത്ര്യാനന്തര ശില്പ വിദ്യാഭ്യാസത്തെ അടയാളപ്പെടുത്തുന്ന മാറ്റം ഏതാണ് എന്നുള്ളതാണ്. 140 ഏതാണ് വരുന്നത്? ബി തന്നെയാണ് അല്ലെ. കരകൗശലത്തിൽ നിന്നും ആശയപരമായ സംയോജനത്തിലേക്ക്. 140 വരെ പറഞ്ഞു. 141 എന്താണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ശില്പ വിദ്യാഭ്യാസം പ്രധാനമായും ഊന്നി പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? അത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. രൂപം, വസ്തു, ആശയം എന്നിവയിലെ പരീക്ഷണമാണ്.
142 ബറോഡയിലെ ആധുനിക കലാധ്യാന രീതി രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള കലാകാരൻ ആരാണ്? 142 ഓപ്ഷൻ ബി ആണ്, KG സുബ്രഹ്മണ്യനാണ്. 143 ശില്പ പഠന സമ്പ്രദായത്തിൽ രാം കിങ്കർ ബൈജിന്റെ സംഭാവനയെ എങ്ങനെ വിശേഷിപ്പിക്കാം? 143ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പാരമ്പര്യേതര വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആധുനിക ശില്പകലയ്ക്ക് തുടക്കമിട്ടു എന്നുള്ളതാണ്. 144 കൊളോണിയൽ കലാവിദ്യാഭ്യാസം ശില്പ പരിശീലനത്തിൽ താഴെ പറയുന്നതിൽ ഏതിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്? 144 ബി ആണ് വരുന്നത്, പ്ലാസ്റ്റർ ക്ലാസ്സുകളിൽ നിന്നും ശരീരഘടന പഠനങ്ങളിൽ നിന്നും പകർത്തൽ. ഇനി 145 ശാന്തി നികേതന്റെ ശില്പ പഠനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ്. 145 ഓപ്ഷൻ സി ആണ്, പ്രകൃതി, സമൂഹം, തദ്ദേശീയ പാരമ്പര്യങ്ങൾ. 146 ബറോഡയിലെ ഫൈൻ ആർട്സ് ഫാക്കൽറ്റി സ്ഥാപിതമായിട്ടുള്ളത് ഏത് വർഷമാണ്? 1950 അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 147 എന്താണ്? സ്വതന്ത്രാനന്തര അധ്യാപന ശാസ്ത്രത്തിൽ പൊതു പരിസ്ഥിതി ശില്പം പ്രധാനമായും തീരുന്നതിന്റെ കാരണം എന്താണ്? 147 ബി ആണ്, സാമൂഹികവും സ്ഥലപരമായിട്ടുള്ള സന്ദർഭങ്ങളുമായി ശില്പത്തെ എന്ത് ചെയ്യുന്നു? ഇത് സമന്വയിപ്പിച്ചു എന്നുള്ളതാണ്. 147 ബി ആണ് വരുന്നത്. 148ന്റെ ആൻസർ നമുക്ക് നോക്കാം. കൊളോണിയൽ കലാവിദ്യാലയങ്ങളിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട കലാരൂപം ഏതാണ്? ഏറ്റവും അവഗണിക്കപ്പെട്ട കലാരൂപം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നാടോടി ഗോത്ര കലാ പാരമ്പര്യങ്ങൾ. അടുത്തത് വ്യക്തിപരമായ പരിശീലനത്തിന് പകരം അധ്യാപന പരിശീലനങ്ങളിലൂടെ ശില്പ വിദ്യാഭ്യാസത്തെ ഗണ്യമായി സ്വാധീനിച്ചതാരാണ്? 149 ഓപ്ഷൻ സി ആണ്, KG സുബ്രഹ്മണ്യനാണ്. 150ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സർ JJ സ്കൂൾ ഓഫ് ആർട്ട് മുംബൈ സ്ഥാപിതമായിട്ടുള്ള വർഷം ഏതാണ് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ 1857 ആണ്. സോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പരീക്ഷയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസുകളും ഉണ്ട്, എളുപ്പമായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകളും ഉണ്ട്. അത് 3 സബ്ജക്റ്റ് സമന്വയിപ്പിച്ച് നോക്കുമ്പോൾ എന്തായിരുന്നാലും നല്ലൊരു സ്കോറോടുകൂടി ജയിക്കാൻ പറ്റുന്നതാണ്. 110 മാർക്ക് നേടി, 104 മാർക്ക് നേടി എന്നൊക്കെ പറഞ്ഞ് ഡ്രോയിങ്ങിന്റെ ബാച്ചിലുള്ള കുട്ടികൾ തന്നെ മെസ്സേജ് അയക്കുമ്പോൾ അത് ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. കാരണം നിങ്ങൾ ഒരുമിച്ച് ആ 3 സബ്ജക്റ്റും ഒരേപോലെ കൊണ്ടുപോയത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇനിയുള്ള PSCകളൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.